ആയിട്ടൊരു പച്ചക്കറിത്തോട്ടം, ചെറുതോ വലുതോ ആയിക്കോട്ടെ, വീടിനോട് ചേർന്ന് അല്ലെങ്കിൽ ടെറസിൽ, അതും അല്ലെങ്കിൽ ബാൽക്കണിയില്, അവിടെ പരിമിതിക്കനുസരിച്ച് എന്തെങ്കിലുമൊക്കെ നട്ടു വളർത്തി അത് പൂവും കായും ഫലങ്ങളായിട്ടൊക്കെ നിറഞ്ഞു നിൽക്കുമ്പോൾ ഹോമിലി നെസ്ലിം പറയുന്ന പോലെ പ്രസവിച്ച സുഖം എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം അതിനൊരു സുഖം ഉണ്ടായില്ലായിരുന്നു. പക്ഷെ അങ്ങനെ നട്ടു വളർത്തിയ പച്ചക്കറിയോ പഴങ്ങളോ പറിച്ചു കഴിക്കുമ്പോ അതൊരു വല്ലാത്ത ഫീൽ ആയിരിക്കും. അതിനെ നമ്മുടെ സ്വന്തം സ്ഥലത്ത് നമ്മൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കണം. വേറെ വല്ലവരും ഉണ്ടാക്കിയത് പറിച്ചെടുക്കാൻ പോയാലേ കഥ മാറും. പക്ഷെ ഇവിടെ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള പറിച്ചെടുക്കാം. ചെടിയോടെ പൊഴുതെടുക്കരുതെന്ന് മാത്രമേ ഉള്ളൂ. അവസാനം തൂക്കം നോക്കി പേ ചെയ്താൽ മാത്രം മതി. അപ്പൊ നല്ല ഫ്രഷ് വെജിറ്റബിൾസ് സീസൺ അനുസരിച്ച് ഏതാ അവൈലബിൾ എന്ന് വെച്ചാൽ അത് നമ്മുടെ സ്വന്തം കൈകൊണ്ട് തോട്ടത്തിൽ നിന്ന് പൊട്ടിച്ചെടുത്ത് അഫോർഡബിൾ പ്രൈസിന് കിട്ടും. മുരിങ്ങയിലൊക്കെ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഞങ്ങൾ പോയപ്പോ വഴുതന, പയറ്, തക്കാളി, ചൊരക്ക, മുളക്, കൈപ്പങ്ങ, കാബേജ്, റാഡിഷ് അതൊക്കെ വിളഞ്ഞു നിൽപ്പുണ്ടായിരുന്നു. കൂടാതെ ബീട്രൂട്ട്, ക്യാരറ്റ്, മല്ലില, കറിവേപ്പില അതൊക്കെ വേറെ. സീസൺ ആണെങ്കിൽ ഈത്തപ്പഴം ഉണ്ടാവലുണ്ട്. ഇനി ഇതൊന്നും കൂടാതെ ഇവിടെ ഇഷ്ടം പോലെ കോഴി, താറാവ്, ആട്, പശു ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഫ്രഷ് ഡയറി പ്രൊഡക്ട്സും ഇവിടെ അവൈലബിൾ ആണ്. അപ്പൊ സ്പോട്ട് ഏതാന്നല്ലേ? ഒരുപാട് തവണ അവിടെ പോയിട്ട് വീഡിയോ ഒക്കെ ഷെയർ ചെയ്തിട്ടുള്ളതാണ്. എന്നാലും പറയാ, അജ്മാൻ സീറ്റീസ് ഫാം. എൻട്രി ഒക്കെ ഫ്രീ ആണ്. പറമ്പിൽ നിന്ന് പൊട്ടിച്ചതും അല്ലാതെ വാങ്ങിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള സാധനങ്ങൾക്ക് മാത്രം പേ ചെയ്താൽ മതി.